ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തെത്തി. അങ്ങനെയാണ് നിജിൽ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് ഇൻ 50 hours, ലെറ്റ്സ് ഗോ ദെയർ. നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, നമുക്കൊന്ന് ചുമ്മാ പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ സൈനപ്പ് ചെയ്തു. വി വെൻറ്റ് ടു ദാറ്റ് ഇവൻറ്റ്. ഞങ്ങൾക്ക് അവിടെ ചെല്ലുമ്പം ഇത് ഈ ഒരു ഐഡിയ അവിടെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് തന്നെ നമുക്കറിയില്ലായിരുന്നു. കാരണം ഇറ്റ് വാസ് ജസ്റ്റ് വൺ ലൈനർ ഐഡിയ. നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ലൊക്കേഷൻ കണ്ടെത്താൻ, നമ്മുടെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്സും നമുക്കറിയായിരുന്നു. കാരണം എല്ലാ ഷോപ്പിംഗ് മോൾസിലും വൈഫൈ റൂട്ടേഴ്സ് ഉണ്ട്. വൈഫൈ സിഗ്നൽ സ്ട്രെങ്ത് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ആപ്പിൽ കിട്ടും. ഇത് രണ്ടും നമുക്കറിയായിരുന്നു. പക്ഷേ ഇതെങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ട് ഒരു ആൻഡ്രോയിഡിൽ ഡെവലപ്പ് ചെയ്യണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സോ വി വെൻ ദെയർ. അന്ന് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വി റിയലൈസ് ദാറ്റ് ദ നെക്സ്റ്റ് 50 hours ഹാസ് ചേഞ്ച്ഡ് അവർ ലൈഫ് കംപ്ലീറ്റ്ലി. കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് മെൻറ്റേഴ്സും ഡെവലപ്പേഴ്സും ദേ ഓൾ സപ്പോർട്ടഡ് അസ് ത്രൂ ഔട്ട് ദ ജേർണി. ആ ഒരു 50 hours എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഫ്രം 5 o'clock ടു നെക്സ്റ്റ് 2 days ഇവരെല്ലാം നമ്മുടെ കൂടെ ഇരുന്ന് ഈ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിച്ചു. അത് രാവിലെ 4 മണി വരെ ഇരുന്ന് നമ്മൾ ഉറക്കുളച്ചിരുന്നിട്ടാണ് ഇവരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ദിവ്ചേട്ടൻ പറഞ്ഞ പോലെ ഇറ്റ് വാസ് എ സെൽഫ്ലെസ് എഫേർട്ട് ഫ്രം ഓൾ ദ പീപ്പിൾ അറൗണ്ട് ദാറ്റ് ഗ്രൂപ്പ്. ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റി തന്നെയായിരുന്നു അവിടെ ഉണ്ടായത്.